നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയും കോട്ടയവും കൈവിട്ടുപോയതോടെ കട്ടക്കലിപ്പിലാണ് പി.സി. ജോർജ്. പി.സി. ഇടഞ്ഞു നിൽക്കുന്നത് പണിയാകുന്നത് അനിൽ ആന്റണിക്കാണ്. കന്നി അംഗത്തിനിറങ്ങുന്ന അനിൽ ചങ്കിടിപ്പിലാണ്. കോൺഗ്രസിനെ വെറുപ്പിച്ചാണ് ബി.ജെ.പി. പാളയത്തിൽ നിൽക്കുന്നത്. അപ്പന്റെ പിന്തുണയും ഇല്ല. അതിന്റെ കൂടെ പി.സി. ഇടഞ്ഞു നിൽക്കുന്നതും പാര പണിയുന്നതും വല്ലാത്ത ഏണിയാണ്. ബി.ജെ.പിയും തൃശങ്കുവിലാണ്. പി.സിയെ അനുനയിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കണം, അതാണ് ആവശ്യം. നേരെ പി.സിയുടെ വീട്ടിലേക്ക് വിട്ടോളാൻ അമിത് ഷാ അനിലിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണി ഇന്ന് വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെത്തും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിന്റെ പരാതി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പി.സി. ജോർജിന്റെ പിന്തുണ തേടിയ ശേഷം മാത്രം മണ്ഡല പര്യടനം തുടങ്ങാനാണ് അനിൽ ആന്റണി തീരുമാനിച്ചിരിക്കുന്നത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ പി.സി. ജോർജ് എതിർത്ത പശ്ചാത്തലത്തിലാണ് ഈ ശ്രമം. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി പി.സി. ജോർജിനെ കാണാനെത്തുന്നത്. ബി.ജെ.പി. ജില്ലാ നേതാക്കൾക്കൊപ്പമാകും അനിൽ ആന്റണി വൈകിട്ട് പി.സി. ജോർജിനെ കാണുക. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ സാഹചര്യം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന ഘടകത്തോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതിനിടെ പി.സി. ജോർജിനെതിരായ പരാതി ബി.ഡി.ജെ.എസ്. അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര നേതാക്കൾക്കും പി.സിയുടെ നീക്കങ്ങളിൽ അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം രാജ്യത്ത് മറ്റെവിടെയും ഉയരാത്ത പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പി.സിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അനിൽ ആന്റണിക്കെതിരെ പരസ്യമായി പ്രതികരിച്ച പി.സി. ജോർജിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. പി.സിക്കെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പാർട്ടി എല്ലാം മനസ്സിലാക്കുന്നു. അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല. മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, വിജയിക്കും. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം. എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. പി.സി. ജോർജ് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പിയിൽ പലർക്കും ദഹിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പത്തനംതിട്ട ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. പി.സി. ജോർജിനെ ഒഴിവാക്കിയതിൽ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച് പത്തനംതിട്ടയിലെ ബി.ജെ.പി. ജില്ലാ നേതാവ് തന്നെ രംഗത്തെത്തിയിരുന്നു. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പിതൃശൂന്യ നടപടിയെന്നാണ് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വിമർശിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ നേതാവിനെ ബി.ജെ.പി. പുറത്താക്കിയിട്ടുണ്ട്. തന്നെ ഒഴിവാക്കി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കടുത്ത ഭാഷയിലാണ് പി.സി. ജോർജ് അതൃപ്തി പരസ്യമാക്കിയത്. അതിന് പിന്നാലെയായിരുന്നു പത്തനംതിട്ടയിലെ ബി.ജെ.പി. നേതാക്കളും അതൃപ്തി പരസ്യമായി പറഞ്ഞ് രംഗത്ത് വന്നത്. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ നേതൃത്വത്തെ രൂക്ഷമായ വാക്കുകളിൽ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. എല്ലാവർക്കും താൽപര്യം പി.സി. ജോർജിനെ ആയിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചു. ബി.ജെ.പി. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ പൊട്ടൻ എന്നുവരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചിരുന്നു. അനിലിന്റെ സ്ഥാനാർത്ഥിത്വം പിതൃശൂന്യ നടപടിയാണെന്നും 1,00,000 വോട്ട് പോലും പിടിക്കില്ല എന്നും ശ്യാം തട്ടയിൽ ആരോപിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായതിനു പിന്നാലെ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്യാം തട്ടയിലിനെ കെ. സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ബി.ജെ.പിയുടെ A+ മണ്ഡലമായ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് പ്രവർത്തകരും നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനിൽ ആന്റണി ഒട്ടും അനുയോജ്യമല്ലെന്നാണ് ജില്ലയിലെ വലിയ നേതാക്കൾ തന്നെ പറയുന്നത്.